ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തും ഒരു കലാകാരനുമായ റെജി നെല്ലിക്കാപ്പള്ളിയെ പരിചയപ്പെടുത്തിത്തരാം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും ഫാമിലിയും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടിയും എന്താണെന്ന് നിങ്ങൾക്ക് വിവരിച്ചു തരും, നിങ്ങളോട് സംസാരിക്കും. ഞാൻ റെജി നെല്ലിക്കാപ്പള്ളി, ആനിക്കാട്. ഇപ്പം ഞാൻ ജനിച്ചത് ഈ ആനിക്കാട് തന്നെയാണ്, ഈ സ്ഥലത്ത് തന്നെയാണ്. പഠിച്ച് സെൻറ്റ് മേരീസ് സ്കൂള്, പിന്നെ +2 കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് മാവേലിക്കര ഗവൺമെൻറ് കോളേജ് ഓഫ് ഫിനാൻസിൽ, കോളേജ് ഓഫ് ഫിനാൻസിൽ 5 വർഷത്തെ ശില്പകല ഇത് കഴിഞ്ഞു. പിന്നെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഫിനാൻസിൽ കുറച്ച് നാൾ വർക്ക് ചെയ്താണ്. എനിക്ക് 2 മക്കളാണ്. ഒന്ന് ഹിമ സാറാ റെജി, ഒന്ന് ജുവൽ റെജി. വൈഫ് ഡയറി ഫാമിൻ്റെ ഒരു ജോലി ചെയ്യുന്നു. അച്ഛനും അമ്മയുണ്ട്, സഹോദരനുണ്ട്. ചൈൽഡ് വർഷപ്പുണ്ട്. ഫൈനാൻസ് കോർഡിനേറ്ററല്ല, ഞാൻ അല്ലാതെ പഠിച്ചതാണ്. അപ്പം ഈ വെങ്കലത്തെ ഊർജ്ജലിംഗ ശിവലിംഗം, ഏറ്റവും കൂടുതൽ ശിവലിംഗം, അതിനകത്ത് ശിവപുരാണം മൊത്തം. ഒരു സൈഡിൽ പ്രദോഷ നൃത്തം, ഒരു സൈഡിൽ അർദ്ധനാരി സംഗീതം, ഒരു സൈഡിൽ അഘോര ശിവൻ, ഒരു സൈഡിൽ ശിവകുലം. ശിവകുലം എന്ന് പറയുന്നത് ശിവൻ്റെ കഴുത്തെ കിടക്കുന്ന പാമ്പാണ്. ആ പാമ്പ് സുബ്രഹ്മണ്യ വാഹനം മയിലാണ്, അതിനെ പിടിക്കും. ഗണപതിയുടെ വാഹനം എലിയാണ്, അതിനെ പിടിക്കും. അപ്പോൾ പല വാഹനം സിംഹം, വേതാളം സിംഹമാണ്. ഈ സിംഹം കയറി ഈ ശിവൻ്റെ വാഹനം കാളയാണ്. ഈ കാള കയറി സിംഹം വരും. പക്ഷേ അതിൻ്റെ അകത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിന് 4 ഭർത്താവും ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ് ക്യാരക്ടറാണ്. ആ ഡിഫറെൻ്റ് ക്യാരക്ടർ ഒരുമയോട് പോകുന്നെങ്കിലാണ് അത് കുടുംബം എന്ന് പറയുന്നത്. അത് ക്ലിപ്പ് ചെയ്ത് പോകുന്നവനാണ് ഫാമിലി എന്ന് പറയുന്നത്. അതാണ് ശിവലിംഗത്തിൻ്റെ അതുണ്ട്. ആ ശിവലിംഗത്തിന് ഊർജ്ജലിംഗം ഒന്ന് യോനി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ലിംഗം, അതാണ് ഈ യൂണിവേഴ്സൽ ട്രൂത്ത്സ്. അതായത് സെക്സ് ഇല്ലെങ്കിൽ യൂണിവേഴ്സ് ഇല്ല, അടുത്ത തലമുറ ഇല്ലെങ്കിൽ അത് ഇവിടെ കൊണ്ട് ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അതിന് ആ ഊർജ്ജലിംഗത്തിൽ നിന്നാണ് ശിവലിംഗം. ലിംഗാരാധന, ലിംഗമൊക്കെ ആരാധന ഉണ്ട്. അതെന്നാണ് ദൈവം. ഒരു ഭൗതിക സുഖങ്ങളിൽ ഏറ്റവും വലിയ സുഖമാണ് സെക്സ് എന്ന് പറയുന്നത്. അത് ആ പ്രകൃതി വെച്ചിരിക്കുന്ന ആ സുഖം ഉള്ളതുകൊണ്ടാണ് അടുത്ത തലമുറ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിയെല്ലാം ബംഗാളിയിലേക്ക്, ഇപ്പം ബംഗാളി പരിപാടി ഞാൻ വന്ന പോലെ ആ ഒരു ഇതാണ്. ചേട്ടൻ അക്കാദമി അവാർഡ് കിട്ടിയ പെയിന്റിങ് യൂത, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അതിൻ്റെ അകത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ എന്നിലേക്കൊന്ന് യാത്ര ചെയ്യാം. അപ്പം എനിക്കൊരു ക്രിസ്തുവിൻ്റെ സ്നേഹവും ഒരു എമ്പതിയൊക്കെ ഉണ്ട് എല്ലാവരോടും, സ്നേഹം എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ തന്നെയാണ് യൂദായും, ഞാൻ തന്നെയാണ് തോമസും, ഞാൻ തന്നെയാണ് മത്തായിയും, ഞാൻ തന്നെയാണ് സെൻറ്റ് ജോണും എല്ലാം. അപ്പോൾ എൻ്റെ കുഞ്ഞിലത്തെ അവസ്ഥ, കൊച്ചിലത്തെ ആ സ്വഭാവം മത്തായിയുടെയും. അപ്പം ഞാൻ സഹകരിക്കുകയും ഞാൻ ഒളിഞ്ഞു നോക്കുകയും, അപ്പം ഞാനിപ്പോൾ 21-ാം നൂറ്റാണ്ടോടെ പോയി മഗ്ദലമറിയത്തെ ഇഷ്ടപ്പെടുകയും സർക്കാർ പാലി തൊട്ട് നോക്കുകയും എല്ലാം കൂടെ. അപ്പോൾ എനിക്ക് നീതി പുലർത്താൻ പറഞ്ഞാൽ യൂദായോട് പോലും നീതി പുലർത്താൻ ഈ യൂദ എന്ന് പറഞ്ഞാൽ ഒരിക്കലേ തൻ്റെ ഗുരുനാഥനെ ഒറ്റിയുള്ളൂ. പക്ഷെ നമ്മൾ ലൈഫ് ടൈം എല്ലാ ദിവസവും നമ്മൾ ഒറ്റിക്കൊണ്ടിരിക്കും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. അപ്പം ഞാനൊരു ശാസ്ത്രനം. അപ്പോൾ എനിക്ക് ക്രിസ്തു ആകാനൊക്കത്തില്ല. ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളിലൊക്കെ ഒത്തിരി ഉയർന്ന ഇതാണ്. അപ്പം യൂദായുമായിട്ടും താതാമ്യം പറയാം. യൂദ എന്ന് പറയുന്നത് നല്ലൊരു ഇതാണ്. കാരണം യൂദ ഒരിക്കലേ ഒറ്റിയുള്ളൂ. നമ്മളെല്ലാം ഗുരുവിന് കാഴ്ച കൊടുക്കുകയും ചെയ്യും. ഒരിക്കലും ചെയ്യുമ്പോൾ ഗുരു രക്ഷപ്പെടുമെന്നാണ് യൂദ വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം യൂദ ഒരിക്കലും തെറ്റുകാരനായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം യൂദ നല്ലൊരു വ്യക്തി. നമ്മളുമായിട്ട് തട്ടിക്കുമ്പോൾ യൂദയാണ് ഗ്രേറ്റ് വ്യക്തിയായിട്ട് തോന്നുന്നത്. ദാദറിലെ അംബേദ്കർ സമാധി ഞാനായിട്ട് ചെയ്ത് അവർക്ക് ആശ്വാസ സംഭവൻ്റെ, പിന്നെ കലീന ഇത് ലാമ്പലം ഇതുണ്ട്, പിന്നെ പാൽകളുണ്ട്, പിന്നെ പല വേണ്ടി പ്രൈവറ്റ് പാർട്ടീസിന് വേണ്ടി അക്ഷദീപ് പാലകർ ഈ പ്രതിഷ്ഠകളെല്ലാം ചെയ്യാറ്. എൻ്റെ പേരിലല്ല, വേറെ ആളുടെ രണ്ടും. അങ്ങനെ അതിൻ്റെ ഐക്കണോഗ്രാഫി ഒക്കെ എനിക്കറിയാം. ഞാൻ ഐക്കണോമെട്രി എന്നാണ് പറയുന്നത്, അമ്പലത്തിൻ്റെ അളവുകൾ. ഇത് ശില്പത്തിനെ കുറിച്ച് ഐക്കണോഗ്രാഫി എന്നാണ് പറയുന്നത്. അങ്ങനെ പല പള്ളികളൊക്കെ ചേർന്നു, അങ്ങനെ അത് ദാദറിലെ അംബേദ്കർ സമാധി ഞാനായിട്ട് ചെയ്ത് അവർക്ക് ആശ്വാസ സംഭവൻ്റെ, പിന്നെ കലീന ഇത് ലാമ്പലം ഇതുണ്ട്, പിന്നെ പാൽകളുണ്ട്, പിന്നെ പല വേണ്ടി പ്രൈവറ്റ് പാർട്ടീസിന് വേണ്ടി അക്ഷദീപ് പാലകർ ഈ പ്രതിഷ്ഠകളെല്ലാം ചെയ്യാറ്. എൻ്റെ പേരിലല്ല, വേറെ ആളുടെ രണ്ടും. അങ്ങനെ അതിൻ്റെ ഐക്കണോഗ്രാഫി ഒക്കെ എനിക്കറിയാം. ഞാൻ
ജിയോമെട്രി എന്നാണ് പറയുന്നത് അമ്പലത്തിൻ്റെ അളവുകൾ. ഇത് ശില്പത്തിനെ കുറിച്ച് ഐക്കണോഗ്രാഫി എന്നാണ് പറയുന്നത്. അങ്ങനെ പല പല പള്ളികളൊക്കെ ചേർന്നു അങ്ങനെ